ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ മുൻ ശുചീകരണ തൊഴിലാളിയെ ബൽത്തങ്ങാടിയിലേക്ക് വിളിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. തെളിവെടുപ്പ് ഇന്ന് നടത്താനുള്ള സാധ്യതയുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, നേരത്തെ ഈ ശുചീകരണ തൊഴിലാളി വന്നിരുന്നെങ്കിലും പോലീസ് എത്താതിരുന്നതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ല. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷമുള്ള നടപടികളാണ്. ഇന്ന് തെളിവെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ടോ റഹീസ്? ഇന്ന് തെളിവെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ബൽത്തങ്കാടി പോലീസ് സ്റ്റേഷനിലാണ്. ബൽത്തങ്കാടി പോലീസ് സ്റ്റേഷന് പിൻവശത്ത് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരിടത്താണ് ഈ SITയുടെ ടീമുള്ളത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് SITയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ഓഫീസിലേക്ക് പോകുന്നതാണ്. നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഈ ശുചീകരണ തൊഴിലാളി ഈ ഒരു മുറിയിലുണ്ട്. അതായത് ഈ SITയുടെ പ്രത്യേക അന്വേഷണ സംഘം ബൽത്തങ്കാടിയിൽ അവരുടെ SIT റൂമുണ്ട്. ആ റൂമിൽ ഈ ശുചീകരണ തൊഴിലാളി ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ, SIT ലീഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് അദ്ദേഹത്തിനെ ധർമ്മസ്ഥലയിലേക്ക് കൊണ്ടുപോവുകയും ഈ എവിടെയൊക്കെയാണ് ഇദ്ദേഹം ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നത് അവിടെയൊക്കെയും പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ SITയുടെ ടീം സജ്ജമാണ്. അവർ തയ്യാറായി തന്നെ ഇരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് അവർ മാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ അതിനുശേഷം അവർ അവരുടെ വാഹനങ്ങളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് പോവുകയാണെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അത് ആ സാക്ഷിയുമായി ധർമ്മസ്ഥലയിൽ എത്തി ഒരു ഗ്രൗണ്ട് പരിശോധനയ്ക്കായി അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് പറയുന്നു. റവന്യൂ ഉദ്യോഗസ്ഥർ പലരും ഇവിടെയുണ്ട്. റവന്യൂ രേഖകളൊക്കെയും ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ SIT ടീം എത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥല പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സാന്നിധ്യമുണ്ട്. സാക്ഷി ഇവിടെയുണ്ട്. അപ്പോൾ നിലവിൽ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇദ്ദേഹത്തിനെ ഇപ്പറയുന്ന വനമേഖലകളിലേക്ക്, ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 3 കിലോമീറ്റർ, ആ 3 കിലോമീറ്ററിനുള്ളിലെ വനമേഖല, ആ വനമേഖലകളിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകും. കൊണ്ടുപോയതിനു ശേഷം ഇന്ന് തന്നെ പ്രാഥമികമായിട്ടുള്ള പരിശോധന ഉണ്ടാകും എന്നുള്ളൊരു വിവരമാണ്. അന്വേഷണത്തിന്റെ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധനയാണ്. അതിലേക്ക് എപ്പോൾ കടക്കാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? ഇനിയും അത് വൈകിയാൽ തെളിവുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയുണ്ട്. നമുക്കറിയാം അവിടുത്തെ ഒരു സാഹചര്യം ഈ നിയമ സംവിധാനങ്ങളെയൊന്നും കൂസാത്ത തരത്തിൽ, അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവിടെ ചിലരുടെ നീക്കങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. ഇതിനോടകം തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന സംശയമൊക്കെ ചില കോണുകളിൽ നിന്ന് ഉയരുന്ന ഘട്ടമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയിലേക്ക്, മണ്ണ് കുഴിച്ചുള്ള പരിശോധനയിലേക്ക് അടക്കം SIT എപ്പോൾ കടക്കാനാണ് ആലോചിക്കുന്നത് റഹീസ്? നിലവിൽ ഈ ശുചീകരണ തൊഴിലാളി ഹാജരാക്കിയ തലയോട്ടി, ആ തലയോട്ടിയുടെ പരിശോധന, ശാസ്ത്രീയ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ധർമ്മസ്ഥലയിലെ മണ്ണിൻ്റെ പരിശോധനയും ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു റിപ്പോർട്ട് കിട്ടണം. ആ റിപ്പോർട്ട് ഏറിയാൽ ഇന്നോ നാളെയോ ഒക്കെ കിട്ടും എന്നുള്ളതാണ് ചില SIT സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോൾ അത്തരത്തിൽ ആ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ അതിന് വലിയ കാലതാമസം ഉണ്ടാകില്ല. പക്ഷേ ആ പരിശോധനാ ഫലം കിട്ടണം. അതിനൊപ്പം ഇന്നിപ്പോൾ നടത്താൻ പോകുന്ന ഒരു പ്രാഥമിക പരിശോധന, ആ പരിശോധനയും അതിനിർണായകമാണ്. കാരണം ഏതൊരു ഘട്ടം വരെ ആ പരിശോധന കടക്കും എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അതൊരു പടി കൂടി കടന്ന് കുറച്ച് കുഴിച്ചു നോക്കാനൊക്കെ പോലീസ് ശ്രമിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു മാസ് എക്സ്കവേഷൻ ഇപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘമാണ്. അവരുടെ ഡ്യൂട്ടി കൃത്യമായി വിഭജിച്ച് പലർക്കായി ചുമതല കൊടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഉദ്യോഗസ്ഥർ മാത്രമല്ല ഇതിനകത്തുള്ളത്, മറ്റു പല ഉദ്യോഗസ്ഥരും ഇതിൻ്റെ പല വർക്കുകളിലുമാണ്. അപ്പോൾ അവർ ആരെങ്കിലുമൊക്കെ ചേർന്നുകൊണ്ട് ഈ എക്സ്കവേഷനായിട്ട് ഒരു കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഒരു മാസ് എക്സ്കവേഷൻ ഉണ്ടാവില്ല എന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നുള്ള എന്തെങ്കിലും പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഒരു എക്സ്കവേഷനിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ അങ്ങനെ എത്താനുള്ള സാധ്യതയുമുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ശുചീകരണ തൊഴിലാളി നൽകിയിരിക്കുന്ന മൊഴി, അദ്ദേഹം ഈ ആദ്യത്തെ തലയോട്ടി എടുത്തുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ടാണ് പോലീസിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംശയമുള്ളത്, SITക്ക് സംശയമുള്ളത്. അത് ലഘൂകരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. ശരി, മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ബൽത്തങ്ങാടിയിലേക്ക് എത്തണം എന്ന് ഈ മുൻ ശുചീകരണ തൊഴിലാളിയോട്, വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയോട് അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് തെളിവെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്.